എല്ലാ വർഷവും നടത്തുന്ന നെജാമേളയ്ക്ക് അനുമതി നിഷേധിച്ച് യു.പി. പോലീസ്. സായിദ് സലാർ മസൂദ് ഖാസിയുടെ സ്മരണയ്ക്കായിട്ടാണ് നെജാമേള സംഘടിപ്പിക്കുന്നത്. ഇത്തവണ ഇവിടെ മേള നടക്കില്ലെന്ന് യു.പി. സർക്കാർ കമ്മിറ്റിക്കാരോട് വ്യക്തമായി പറഞ്ഞുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. 17 തവണ ഇന്ത്യയെ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയായ മഹ്മൂദ് ഗസ്നിയുടെ അനന്തരവൻ സായിദ് സലാർ മസൂദ് ഖാസിയെ അനുസ്മരിക്കാൻ ഹോളി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് സംഭാലിലെ ചില സ്ഥലങ്ങളിൽ നെജാമേള പരമ്പരാഗതമായി നടത്താറുണ്ട്. എന്നാൽ അത് ഇത്തവണ വേണ്ട എന്ന കർശന നിർദ്ദേശമാണ് യു.പി. സർക്കാർ നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച നെജാമേള കമ്മിറ്റിയിലെ ആളുകൾ സദർ കൊട്വാലിയിൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ശ്രീഷ് ചന്ദ്രയെ കണ്ടിരുന്നു. സായിദ് സലാർ മസൂദ് ഖാസിയുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഹോളിക്ക് ശേഷമുള്ള രണ്ടാമത്തെ ചൊവ്വാഴ്ച ഇവിടെ നെജാമേള നടത്താറുണ്ടെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു. അതനുസരിച്ച് ഇത്തവണ പതാക ഉയർത്തണം. അതിനായി അനുമതി വാങ്ങാനാണ് കമ്മിറ്റിക്കാർ എത്തിയത്. എന്നാൽ അതിനു മുമ്പ് സംഭാൽ പോലീസ് ഈ പരിപാടി നിരോധിക്കുകയായിരുന്നു. സോമനാഥ ക്ഷേത്രം തകർത്ത ഗസ്നിയുടെ അനന്തരവനാണ് സായിദ് സലാർ മസൂദ് ഖാസി. അത്തരമൊരു വ്യക്തിയുടെ പേരിൽ ഇവിടെ ഒരു മേളയും സംഘടിപ്പിക്കാൻ പാടില്ലെന്നാണ് പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയത്. ഗസ്നിയെ പോലെ തന്നെ ഹിന്ദുക്കളെ തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചയാളാണ് ഗാസിയും. വർഷങ്ങളായി എന്തെങ്കിലും മോശം രീതി തുടരുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ടെന്നും ശ്രീഷ് ചന്ദ്ര പറഞ്ഞു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പലരും പോലീസിനോട് എതിർപ്പ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം റമദാൻ കാരണം നെജാമേള മാറ്റിവെച്ചിരുന്നു. പരിപാടി നടത്താൻ അനുമതി തേടി കമ്മിറ്റി അംഗങ്ങൾ നേരത്തെ സംഭാലിലെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ വന്ദന മിശ്രയും കണ്ടിരുന്നു. എന്നാൽ അവർ അതിന് അനുമതി നൽകാൻ വിസമ്മതിച്ചു. കഴിഞ്ഞ വർഷം നടന്ന ഒരു യോഗത്തിൽ സാമൂഹിക ഐക്യം നിലനിർത്തുന്നതിനായി പരിപാടിയെ സദ്ഭാവന മേള എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ നെജ കമ്മിറ്റി അംഗങ്ങൾ പരമ്പരാഗത രീതിയിൽ തന്നെ നടത്തണമെന്ന് നിർബന്ധിച്ചു. അതിനാൽ മാറ്റം വരുത്തരുതെന്ന് പറഞ്ഞു. മിശ്ര പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. കഴിഞ്ഞ വർഷം സംഭാൽ ഷാഹി ജുമാ മസ്ജിദ് കോടതി നിർദ്ദേശപ്രകാരമുള്ള സർവേയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. പള്ളി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് അവകാശപ്പെട്ട് ഒരു പുരോഹിതരും മറ്റ് 6 പേരും സിവിലിൽ കേസ് ഫയൽ ചെയ്തതിനെ തുടർന്നാണ് സർവേക്ക് ഉത്തരവിട്ടത്. അതേസമയം ഈ വർഷം മാർച്ച് 18-ന് പരീക്ഷ നടത്തുമെന്നും മാർച്ച് 25 മുതൽ 27 വരെ വിവിധ സ്ഥലങ്ങളിൽ നെജാമേള സംഘടിപ്പിക്കുമെന്നും ഞങ്ങൾ 10 ദിവസം മുമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചിരുന്നുവെന്ന് നഗർ നെജാമേള കമ്മിറ്റി പ്രസിഡന്റ് ഷാഹിദ് ഹുസൈൻ മസൂദി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇന്നലെ ഞങ്ങൾ അഡീഷണൽ എസ്.പിയെ കണ്ടു. അദ്ദേഹം മേള സംഘടിപ്പിക്കാൻ അനുമതി നൽകിയില്ല. ഈ വിഷയത്തിൽ ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചമൻ സരായിലെ കടയുടമയായ ഷഖ്സ ആലം പറഞ്ഞു. നെജാമേളയ്ക്ക് ഭരണകൂടം അനുമതി നിഷേധിച്ചതായി ഞാൻ അറിഞ്ഞു. കഴിഞ്ഞ 30-35 വർഷമായി ഞാൻ മേള കാണുന്നു. സലാർ ഖാസി ഒരു കൊള്ളക്കാരനും കൊലപാതകിയുമാണെന്ന് ഇന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കി. സംഭാൽ ജില്ലയിലെ താമസക്കാരനായ സഞ്ജയ് പറഞ്ഞ വാക്കുകളാണിത്. ഇത് ഭരണകൂടത്തിന്റെ ശരിയായ തീരുമാനമാണ്. 1947-ലെ സ്വാതന്ത്ര്യത്തിനു ശേഷം അടിമത്തത്തിന്റെ പ്രതീകമായി ഈ പരിപാടികൾ നിരോധിക്കേണ്ടതായിരുന്നുവെന്നും ഇപ്പോഴാണ് അതിനുള്ള അനുമതി ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.